നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വയനാട്ടിൽ വീണ്ടും പ്രകമ്പനം. അമ്പലവയൽ, അമ്പുകുത്തി, നെന്മേനി ഭാഗങ്ങളിൽ ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ. എന്താന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയുന്നില്ലല്ലോ, എന്ത് സംഭവിക്കുന്നുണ്ടെന്നും അറിയുന്നില്ലല്ലോ. അപ്പൊ തൊഴിലാളികളൊക്കെ എല്ലാവരോടും ഒന്നിച്ച് നിൽക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി. അപ്പോഴും എല്ലാവരും എന്തോ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. ഇടിവെട്ടി നല്ല സൗണ്ടായിരുന്നു. രണ്ടു പ്രാവശ്യം സൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും കേട്ടു. ഞങ്ങൾ കേട്ടപ്പോ വലിയൊരു സൗണ്ടാ കേട്ടെ. അപ്പൊ വിചാരിച്ചു എന്താ പറയാ, ഈ കൂനിടി എന്ന് പറഞ്ഞ സമ്പ്രദായം അതായിരിക്കും വിചാരിച്ചു. പിന്നീടാണ് പറഞ്ഞേക്കുന്നത്. പ്രദേശത്തെ സ്കൂളുകൾ അടച്ചു. രേഖകളിൽ ഭൂകമ്പ സൂചനയില്ല. ആശങ്ക വേണ്ടെന്ന് അധികൃതർ. കോഴിക്കോട്, കൂടരഞ്ഞി, മുക്കം ഭാഗങ്ങളിലും ഉഗ്രശബ്ദം. വയനാട്ടിൽ ദുരന്ത മേഖലയിൽ 11ാം ദിനം 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. ഇന്ന് നടന്നത് ജനകീയ തെരച്ചിൽ. ദുരന്തം വിലയിരുത്തി കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം. പ്രധാനമന്ത്രി നാളെ എത്തും. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സംസ്ഥാനം നിവേദനം നൽകും. എറണാകുളം നെട്ടൂരിൽ കായലിൽ വീണ വിദ്യാർത്ഥിനിയെ കണ്ടെത്താനായില്ല. +2 വിദ്യാർത്ഥിനി പിതയ്ക്കായി തെരച്ചിൽ തുടരുന്നു. അപകടം ഇന്ന് രാവിലെ 7 മണിയോടെ. കായംകുളം MSM കോളേജ് വനിതാ ഹോസ്റ്റലിൽ ഭീതി പരത്തിയ ആൾ പിടിയിൽ. 17കാരൻ പിടിയിലായത് കൊല്ലത്ത് നിന്നെന്ന് പോലീസ്. പോലീസ് ഇടപെടൽ ന്യൂസ് 18 വാർത്തയെ തുടർന്നു. വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിക്കടിയിൽ പ്രകമ്പനം. വൈത്തിരി, ബത്തേരി താലൂക്കുകളിലെ പൊഴുതന, അച്ചൂരാൻ, അമ്പലവയൽ, നെന്മേനിയിലെ പടിപ്പറമ്പ്, അമ്പുകുത്തി, കാരാറ്റപ്പടി, മൈലാടിപ്പടി, ചോലപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇടിവെട്ടുന്നത് പോലെ വലിയ ശബ്ദം കേട്ടുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജിയോളജി ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. അമ്പലവയൽ GLP സ്കൂളിന് അവധി നൽകി. ഇതൊരു 10 കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങളിവിടെ കഞ്ഞി പിടിച്ചിരിക്കുമായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് പണിയെടുക്കുന്നുണ്ട്. കുറച്ച് കട്ടയൊക്കെ ഇറക്കാണ്ടായിരുന്നു. അപ്പോൾ അത് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴേ പെട്ടെന്നൊരു സൗണ്ട് കേട്ടെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ കൂണിടിയൊക്കെയാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ന്യൂസൊക്കെ ചെക്കന്മാർ അവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ന്യൂസ് കാണുന്നത്. അപ്പം അവിടെ പണിയൊക്കെ നിർത്തി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. വലിയ സൗണ്ട് ഉണ്ടായിരുന്നു, നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. മുഴക്കം വല്ലതും ഉണ്ടായിരുന്നു? നല്ലൊരു മുഴക്കം തന്നെ, ഒരു എന്താ പറയുക, ഒരു ഇടിമുഴക്കം പോലത്തെ ഒരു സൗണ്ട്. അതന്നെ. ചേട്ടൻ ഈ നാട്ടുകാരാണോ? ഇവിടെയാണോ? ഞാൻ ഇവിടുന്ന് ഒരു കുറച്ച് 5 കിലോമീറ്റർ പണിക്ക് വന്നേ? ഇവിടെ പണിയാണ്. ഇവിടെ പണി നടക്കുന്നുണ്ട്, വീടിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ കട്ട ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വേറെ ഒന്നും വലിയതായിട്ടുള്ള സൗണ്ട് ഭയങ്കരമായിട്ടും കേട്ടു. എത്ര നേരത്തോളം ഉണ്ടായിരുന്നു ഈ സംഭവം? പെട്ടെന്ന് തന്നെ ഒരു ഇടി കൊടുക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നു. അവിടെ വീട് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു മുഴക്കം കേട്ടത്. അപ്പൊ ഞങ്ങൾ മേലേക്ക് നോക്കി, ഇത് ഇടിമുഴക്കാണെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നോക്കുമ്പോൾ ഇടിമുഴക്കല്ല. ഞങ്ങളിങ്ങനെ ചുറ്റും നോക്കി, ഒന്നും മനസ്സിലായില്ല. ഞങ്ങള് പണി തുടർന്നു. എത്ര നേരം ഉണ്ടായിരുന്നു? ഒന്നാലും ഒരു 2 സെക്കൻഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് മുഴക്കമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു വലുതായിട്ടല്ലേ? ചെറിയ തോതിൽ, ഇത്ര വലിയ മുഴക്കല്ല. ഒരു 2 പ്രാവശ്യം ഭയങ്കരമായിട്ടൊരു സൗണ്ട് കേട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ച ഇടി പൊട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ അത് അവിടെ ഈ കടയുണ്ട്, ഇവിടെ ആ കടേന്റെ സെറ്ററൊക്കെ ഇങ്ങനെ ഇളകുന്ന പോലെ കുലുങ്ങി. വീട് ഇവിടെ തന്നെയാണോ? അടുത്ത് തന്നെയാണോ? ഞങ്ങളിവിടെ തൊഴിലുറപ്പ് പണിയെടുക്കുകയാണ്. ആ സമയത്താണ് നടത്തി വിളിച്ചു പറഞ്ഞു. വലിയ പ്രശ്നമാണെങ്കിൽ ഞാൻ ഇവിടുത്തെ മാറ്റാണ്. തൊഴിൽ നിർത്തിക്കോളാൻ പറഞ്ഞു. നിർത്തി തൊഴിലാളികളെ വീട്ടിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അവരെയൊക്കെ വീട്ടിലേക്ക് വിടുകയാണ്. ഇപ്പോൾ വേറൊരു സൈറ്റിലും കൂടി പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കും പോകണം. പിന്നെ ഇവിടെ അടുത്ത വീട്ടിലെന്താ പാത്രങ്ങളൊക്കെ നിലത്ത് വീണു, ബൈക്കൊക്കെ ഇങ്ങനെ തുള്ളി ചാടി എന്നൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഇവിടെ നാളത്തേക്കാണോ? കുറച്ച് അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ സൗണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സൗണ്ട് കേൾക്കുന്നത്? പറമ്പിലാണ് നമ്മൾ പണിയെടുത്തോണ്ടിരുന്നത്. വലിയ സൗണ്ടായിരുന്നു. അപ്പോൾ എന്താന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയുന്നില്ലല്ലോ, എന്ത് സംഭവിക്കുന്നുണ്ടെന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ തൊഴിലാളികളൊക്കെ എല്ലാവരോടും ഒന്നിച്ച് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി. അപ്പോഴും എല്ലാവരും എന്തോ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാതെ ഇവിടെ നിൽക്കുകയാണ്. പോയിട്ട് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിട്ട് വീട്ടിലൊക്കെ വിളിച്ചു ചോദിച്ചോ? ചോദിച്ചു. പിള്ളേരൊക്കെ ദൂരത്തു നിന്നൊക്കെ വിളിച്ച് ചോദിക്കും, എന്താണോ അവിടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ചെറുതായിട്ട് ഒരു ഒച്ച ഇട്ടു, വേറെ കുഴപ്പമൊന്നുമില്ല, അപ്പൊ ഞങ്ങളൊക്കെ സ്വല്പമായിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല പറഞ്ഞു. ഇതിനു മുമ്പൊന്നും ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല? ഒന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ അറിവിലുണ്ടായിട്ടില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ രാജൻ ന്യൂസ് 18നോട് പറഞ്ഞു.
ഒരു ഭൂമി കുലുക്കം എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഭൂമി കുലുക്കമല്ല എന്ന് NCS പറയുന്നുമുണ്ട്. അപ്പോ നാഷണൽ സീസ്മിക് സെന്ററിന്റെ ഒരു തരത്തിലും അവരുടെ പോർട്ടൽ പരിശോധിച്ചിട്ടും നേരിട്ട് സംസാരിച്ചിട്ടും ഭൂകമ്പമല്ല എന്നാണ് അവരുടെ അഭിപ്രായം. അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടാവുന്ന വിധത്തിൽ അത് വന്നിട്ടുമില്ല. KSEB ഞങ്ങൾ സമീപിച്ചു. അവരുടെ കേന്ദ്ര സ്വീകരണ നിലയങ്ങളിൽ നിന്ന് ലഭിച്ച അനലോഗ് ഡിജിറ്റൽ സിഗ്നലുകൾ അതെല്ലാം പരിശോധിച്ചു. അവിടെയും ഭൂമി കുലുക്കം ഉണ്ടായതായി കാണുന്നില്ല. എന്തായാലും സംഭവത്തിന്റെ പ്രത്യേക സ്വഭാവം കണക്കിലെടുത്ത് ഈ വിവരങ്ങൾ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഈ മേഖലയിൽ അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നവര് നോക്കുന്നുമുണ്ട്. ഞങ്ങള് ഭൗമ്യ ശാസ്ത്രജ്ഞന്മാരെല്ലാവരുമായി കൂടിയാലോചിച്ചപ്പോൾ അവർ പറയുന്നത് സാധാരണ ഇത്തരം ഉരുൾപൊട്ടലുകൾ ഉണ്ടായാൽ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ 2-3 ദിവസങ്ങൾ കഴിയുമ്പോഴോ ഒരാഴ്ച കഴിയുമ്പോഴോ ഒക്കെ തെറ്റിയിരിക്കുന്ന ഏതെങ്കിലും പാറ സെറ്റിൽ ചെയ്യാവുന്ന റോക്ക് സെറ്റിലിംഗ് എന്ന് പറയുന്ന തെറ്റിയിരിക്കാവുന്ന പാറ ഏതെങ്കിലും സെറ്റിൽ ചെയ്യാവുന്ന സംഭവങ്ങൾ ഉണ്ടാകരുത്. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട ശബ്ദമാകുമോ എന്ന് നോക്കുന്നുണ്ട്. പുഴുതനയിൽ നിന്ന് അങ്ങനെ പറയുന്നു, അമ്പലവയലിൽ നിന്ന് അങ്ങനെ പറയുന്നു. ഇതെല്ലാം ഞങ്ങൾ അതത് സമയത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ട് നോക്കാനുള്ള ശ്രദ്ധ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഹെഡ് ഉൾപ്പെടെ ഇവിടെയുണ്ട്. നമ്മുടെ നാഷണൽ റിമോട്ട് സെൻസറിംഗ് സെന്ററിന്റെ ഹെഡും ഇവിടെയുണ്ട്. PM-ന്റെ വരവ് പ്രമാണിച്ച് ദേശീയ തലത്തിലുള്ള അന്വേഷണ ഏജൻസികൾ തന്നെയുണ്ട്. അവരാണ് ഇതിൽ ആധികാരികമായ അഭിപ്രായം പറയേണ്ടത്. ഈ മേഖലകളിലേക്ക് കിട്ടാവുന്ന വേഗത്തിൽ അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളും ഇലക്ട്രോണിക് സംഭവങ്ങളും എല്ലാം നോക്കുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് പറയാവുന്ന വിധത്തിലുള്ള ഒരു അറിവ് ഞങ്ങൾക്ക് കിട്ടാത്തിടത്തോളം പിന്നെ അങ്ങനെ പറയുന്നത് ശരിയുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു അറിവ് നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഏറ്റവും വേഗത്തിൽ ആ കാര്യങ്ങൾ നോക്കി. ഭൂമി കുലുക്കം ഉണ്ടായിട്ടുണ്ടെന്ന് കേൾക്കുകയും ഇന്നിപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന എല്ലാ ചാനലുകളും വാർത്താ മാധ്യമങ്ങളും കൂടി നേരിട്ട് ചെന്ന് അവരോട് എന്താണ് നിങ്ങളുടെ വികാരം എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ടാകും. സ്വാഭാവികമാണ്. അവരുടെ ടെൻഷൻ കൂടുതൽ വർദ്ധിപ്പിക്കാതിരിക്കുക. ആധികാരികമായി എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടെത്താതെ മാറ്റുമോ ഇരുത്തുമോ അവിടെ തന്നെ ആകുമോ എന്ന ചോദ്യങ്ങൾക്ക് ആർക്കും ഇപ്പോൾ മറുപടി പറയാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് ആശങ്കപ്പെടാതിരിക്കാൻ ആളുകളോട് പറയുക. ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടം അതത് സമയത്ത് 1 മിനിറ്റ് പോലും തെറ്റാതെ ആളുകളെ അറിയിക്കും. ലഭ്യമാകുന്ന എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കേരളത്തിൽ ഇതെല്ലാം വയനാട്ടിൽ തന്നെ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ആധികാരികമായിട്ടുള്ള അഭിപ്രായം പറയും വരെ കാത്തിരിക്കുക. പ്രയാസമുണ്ടാകില്ല എന്ന് നമ്മൾ കരുതുക. എന്തായാലും നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടല്ലോ, ആ വിധത്തിൽ അത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഡ്രോൺ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഡ്രോൺ ഫ്ലൈറ്റ് നോക്കുകയാണ് ആ പ്രദേശങ്ങളിൽ ആകാശത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ. നമുക്ക് ആളുകളെ കയറ്റിവിടാൻ കഴിയാത്ത വിധത്തിലുള്ള മഴയും പ്രയാസങ്ങളും അതിന്റെ ഭാഗമായി വഴുക്കലുകളും ഒക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ അന്വേഷണം നേരത്തെ തന്നെ 12:30 മണിയോടുകൂടി തന്നെ വിവിധ തലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വരട്ടെ, അതത് സമയത്ത് തന്നെ നിങ്ങൾ അറിയിക്കും. റവന്യൂ മന്ത്രിയുടെ പ്രതികരണമാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥുൻ, നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി ഉൾപ്പെടെ ഭൂകമ്പമല്ല എന്നത് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ പോലും എന്താണ് ഈ പ്രതിഭാസം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ആധികാരികമായ വിവരങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. അമ്പലവയൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ജനങ്ങൾ വലിയ രീതിയിൽ ആശങ്കയിലായത്. വലിയൊരു ദുരന്തം അത് മാറിയതിനു ശേഷം നടക്കുന്ന ഈ പ്രതിഭാസമായതുകൊണ്ട് തന്നെ ജനങ്ങളെ അത് വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അധികൃതർ പറയുന്നു. ഈ റോഡിലേക്കൊക്കെ എത്തി അവിടങ്ങളിൽ തമ്പടിച്ച ആളുകൾ ഇപ്പോഴും അവിടെ തന്നെയാണോ? എന്താണ് അധികൃതർ അവരുമായി നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ? ജനത ഇപ്പോൾ എന്തായാലും അത്തരത്തിലൊരു സാഹചര്യം നിലവിൽ ഈ അമ്പലവയൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. കൃത്യമായി ഉദ്യോഗസ്ഥരെത്തി, ഒപ്പം തന്നെ MLA എത്തി അവിടെ കൃത്യമായി ഇവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്താണ് ഈ പ്രതിഭാസം ഉണ്ടാകാനുള്ള കാരണം, അത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അത് സംബന്ധിച്ചുള്ള കാരണത്തെക്കുറിച്ച് വ്യക്തത ഇവർക്ക് നൽകുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിൽ പെട്ട് കഴിയുന്ന കുടുംബാംഗങ്ങൾ ഉണ്ട് എങ്കിൽ അവർക്ക് സുരക്ഷിതമായി മാറി താമസിക്കണമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായി അറിയിച്ചാൽ അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പോലും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തു. രാവിലെ 10 മണിക്കാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. വലിയ ശബ്ദത്തോടു കൂടി 2 തവണ ഇടിമുഴക്കം കേട്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനുശേഷം തുടർന്ന് ഭയപ്പാടോടുകൂടി, കാരണം നമുക്കറിയാം വലിയൊരു ദുരന്തമുണ്ടായിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിൽ നിന്ന് ഇതുവരെയും കരകയറാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ കൂടി ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടായപ്പോൾ സ്വാഭാവികമായും നാട്ടുകാരെല്ലാം തന്നെ വലിയ ഭീതിയോടുകൂടി അവിടേക്ക് ഓടിക്കയറുന്ന കാഴ്ച കാണാൻ സാധിച്ചു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള കാരണം തിരക്കി പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടേക്ക് എത്തുകയും ചെയ്തു. ഈ പറയുന്ന പ്രദേശങ്ങൾ, അതായത്
വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ ഏരിയകളിലും ഇത്തരത്തിൽ ഈ ഒരു പ്രകമ്പനം ഏറ്റു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈത്തിരി താലൂക്കിന് കീഴിൽ ഉള്ള പൊഴുതന വില്ലേജിൽ ഉൾപ്പെടുന്ന സുഗന്ധഗിരി എന്ന പ്രദേശത്തും ഒപ്പം തന്നെ അച്ചൂരാൻ വില്ലേജിൽ ഉൾപ്പെടുന്ന സേട്ടുകുന്ന് എന്ന പ്രദേശത്തും വലിയ ശബ്ദവും മുഴക്കവും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ അമ്പലവയൽ റാഡ്സിലെ സയന്റിസ്റ്റും റേബേഴ്സും അമ്പലവയൽ പ്രദേശങ്ങളിൽ വലിയ ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. കൂടാതെ നെന്മേനി വില്ലേജിലെ പടിപ്പറമ്പ്, അമ്പൂത്തി തുടങ്ങിയ പ്രദേശത്തിലും ഒപ്പം തന്നെ വേങ്ങപ്പള്ളി വില്ലേജിലുള്ള കാരറ്റപ്പടി, മൈലാടിപ്പടി, ചോലപ്പുറം, തെക്കുംതറ എന്നീ സ്ഥലങ്ങളിലും ഈ രീതിയിൽ ഒരു സൗണ്ട് കേൾക്കുകയും ചെയ്തു. കൂടാതെ തന്നെ ഈ ഒരു ദുരന്തം ഉണ്ടായിട്ടുള്ള മുണ്ടക്കൈ, ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങളിലും ഇതിന്റെ ഒരു പ്രകമ്പനം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നൽകുകയും ചെയ്തത്. എന്തായാലും നിലവിൽ യാതൊരുവിധ ആശങ്കയ്ക്കും വകയില്ല, ആശങ്കപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തൊട്ട് അടുത്തുള്ള അമ്പലവയൽ അടുത്തുള്ള പ്രധാനപ്പെട്ട സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അവിടെയൊക്കെ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായാൽ അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയും ചെയ്തു. സ്വാഭാവികമായും നാട്ടുകാർ വലിയ ഭീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള സ്കൂളുകൾക്ക് അവധി നൽകി അവിടെ നിന്ന് കുട്ടികളെ തിരികെ കൊണ്ടുവരികയും ചെയ്തു. പലയിടത്തും ജോലിക്ക് പോയ ആളുകൾ വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് വേണ്ടി ആ ജോലി സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഓടിയെത്തുകയും ചെയ്തിരുന്നു. വലിയ ഒരു ജനക്കൂട്ടമായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്നത്. പല വീടുകളിലും ചെറിയ രീതിയിൽ ജെർക്കിംഗ് ഉണ്ടായിരുന്നു. ആ സമീപ പ്രദേശത്തും ഉണ്ടായിരുന്ന ആ മലയ്ക്ക് കീഴിൽ ഉള്ള ഒരു കടയിൽ അവിടുത്തെ ഷീറ്റുകളൊക്കെ ജെർക്ക് ചെയ്തു എന്നാണ് അദ്ദേഹം നമ്മോട് വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ അവിടെ സാഹചര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ആളുകളൊക്കെ തിരികെ വീട്ടുകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആ ഒരു പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് കേന്ദ്ര സംഘം ഇവിടേക്ക് എത്തിയിരുന്നു. അവരെ കൂടി ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. യോഗത്തിൽ ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു. കൃത്യമായി പഠനം നടത്തുമ്പോൾ ഇത് കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾ പറയും. ഒപ്പം തന്നെ 2020-ലും 2022-ലും ഇതേ രീതിയിൽ സമാനമായ രീതിയിലുള്ള മുഴക്കങ്ങൾ കേട്ടിരുന്നു. പക്ഷേ അന്നൊന്നും തന്നെ ഈ ഒരു ദുരന്തമോ അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ അത് വലിയ കാര്യമായി എടുത്തില്ലായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും നിലവിൽ ഈ സംഭവം ഉണ്ടായതിനെ കുറിച്ച് കൃത്യമായ പഠനം വേണമെന്നുള്ള ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നു. കാരണം ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു ദുരന്തത്തിന്റെ ഭീതി വിട്ടുമാറാത്ത ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് അവരിൽ ആശങ്ക സൃഷ്ടിച്ചു. പലരും റോഡിലൊക്കെ തമ്പടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആശങ്ക വേണ്ട എന്ന് അധികൃതർ ആവർത്തിച്ച് പറയുന്നു. സിസ്മോളജി സെന്റർ ഭൂകമ്പമല്ല എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയും ഭൂകമ്പമല്ല എന്ന് സ്ഥിരീകരിക്കുന്നു. ലാൻഡ്സ്ലൈഡ് ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഭൂമി അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ പോകുമ്പോൾ ഇത്തരം ചില പ്രകമ്പനങ്ങൾ കേൾക്കാം എന്ന് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും എന്താണ് സംഭവം എന്നതിൽ കൂടുതൽ പഠനം ആവശ്യമാകും. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് അധികൃതർ ആവർത്തിക്കുകയാണ്. നിലവിൽ ഭീതിയുടെ സാഹചര്യമില്ലെന്ന് IC ബാലകൃഷ്ണൻ MLA ന്യൂസ് 18നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അത് വളരെ ഗൗരവത്തിൽ തന്നെ പഠനം നടത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ ആവശ്യം ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ചില ആശങ്കകളുണ്ട്. അതുകൊണ്ട് ഈ പഠനം പൂർത്തിയാക്കുന്നത് വരെ മാറേണ്ട ആളുകൾ, അങ്ങനെ ആശങ്കയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. അവരിപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ അവർ വ്യക്തമായ റിപ്പോർട്ട് ഇറക്കട്ടെ. അവരൊരു പഠന റിപ്പോർട്ട്, ഞാൻ പറഞ്ഞില്ല, ഭൂകമ്പ മാഫിനിയിൽ ഈ സമയം വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഇവരൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ അവർ കൃത്യമായി അത് പഠിച്ച് അവർ പറയട്ടെ. എന്തായാലും നമ്മുടെ മുന്നിൽ ആശങ്കയുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥന്മാരിവിടെയുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് എന്താ ചെയ്യും. ഇവിടെ മാത്രം പോരാ, ഈ അമ്പൂത്തി മാത്രമല്ല, മാറ്റി പാർപ്പിക്കാനുണ്ട്. അമ്പൂത്തും വെള്ളച്ചാട്ടം, പാടിപ്പറമ്പ്, കൊഴുതണ, കുറിച്ചേർമല, അതോടൊപ്പം പിന്നെ വെങ്ങപ്പള്ളി, മേപ്പാടി പല ഭാഗങ്ങൾ, കോഴിക്കോട് അടക്കം എല്ലാ മേഖലകളിലും ഒരുപക്ഷെ ഇത് തൃശ്ശൂർ അങ്ങോട്ട് എത്താൻ സാധ്യതയുണ്ടെന്നാണ് കേൾക്കുന്നത്. പ്രകമ്പനം കേട്ട പ്രദേശങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ സുവി വിശ്വനാഥൻ നൽകും. സുവിയുടെ റിപ്പോർട്ടിലേക്ക്. വയനാടിന്റെ 4 ഇടങ്ങളിലാണ് പ്രധാനമായും ഈ ഒരു പ്രകമ്പനം അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും ശബ്ദവും കേട്ടത്. രാവിലെ 10:10 സംഭവം. വൈത്തിരി, അതുപോലെ അമ്പലവയൽ, നെന്മേനി, വടുവഞ്ചാൽ തുടങ്ങി ഇടയ്ക്കൽ കേവ്സ് ഈ ഭാഗങ്ങളിലാണ് പ്രകമ്പനവും ഒപ്പം തന്നെ മുഴക്കവും കേട്ടത്. ഈ വൈത്തിരി എന്ന് പറയുന്നിടത്ത്, വൈത്തിരി താലൂക്കിൽ പൊഴുതന വില്ലേജിലാണ് ഈ ഇടിമുഴക്കവും ശബ്ദവും കേട്ടത്. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഈ ജിയോളജിക്കൽ സർവേയിലേക്കും മറ്റും ഫോൺ വന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം നാട്ടുകാരെ ഈ പ്രദേശത്ത് നിന്ന് ഒഴിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അമ്പലവയലിലും ഇതേ സമയത്ത് തന്നെ രാവിലെ 10:10 തന്നെ ഒരു പ്രകമ്പനം ഉണ്ടാവുകയും ഇടിമുഴക്കത്തോടു കൂടിയ
ശബ്ദം കേൾക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ പ്രദേശത്ത് മാത്രം ഏതാണ്ട് 8,000-ഓളം ആളുകൾ തിങ്ങി പാർക്കുന്ന മേഖലയാണ്. അവിടെ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നു. എടക്കൽ ഗുഹയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലും ഇത്തരത്തിൽ പ്രകമ്പനം ഉണ്ടായി എന്നാണ് പറയുന്നത്. നെന്മേനി പഞ്ചായത്തിൽ ഇത്തരത്തിൽ ഇടിമുഴക്കവും ശബ്ദവും ഉണ്ടായി. വടുവഞ്ചാൽ എന്ന് പറയുന്ന പ്രദേശത്തും. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ഏതാണ്ട് ചുറ്റുവട്ടം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ ഒരു മുഴക്കവും അതുപോലെ തന്നെ ശബ്ദവും കേട്ടത്. ഇവിടെ നിന്ന് ഏതാണ്ട് 25 കിലോമീറ്ററാണ് അമ്പലവയലിലേക്കുള്ളത്, ഏതാണ്ട് 28 കിലോമീറ്ററോളമാണ് വൈത്തിരിയിലേക്കുള്ളത്. ഈ സമീപ പ്രദേശത്ത് തന്നെ വീണ്ടും ഇത്തരത്തിൽ ഒരു ഭൂമികുലുക്കത്തിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രകമ്പനം ഉണ്ടാവുകയും ഭൂമിക്ക് അടിയിൽ നിന്ന് മുഴക്കവും ശബ്ദവും കേൾക്കുക എന്ന് പറഞ്ഞതും നാട്ടുകാരെ വലിയ തോതിൽ തന്നെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകളെ ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ജിയോളജി ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഇത് സംബന്ധിച്ച് എന്താണ് നടന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. 2 സ്കൂളുകൾക്കാണ് അവധി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആളുകളെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലും ഭൂമിക്കടിയിൽ നിന്നും ശബ്ദം കേട്ടതായി നാട്ടുകാർ. കൂടരഞ്ഞി, കാരശ്ശേരി പഞ്ചായത്തുകളിലും മുക്കം നഗരസഭയിലെ മണാശ്ശേരിയിലെ വിവിധ സ്ഥലങ്ങളിലുമാണ് ശബ്ദം കേട്ടത്. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ബന്ധപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ ഇത് ഭൂചലനമാണോ എന്നുള്ളത് അറിയില്ല. വീടിന്റെ ജനലുകളിൽ ശബ്ദം കേട്ടു. മറ്റ് ചാരിവെച്ച കോണികൾ മറ്റും മറിഞ്ഞു വീണതായി ഈ ആളുകൾ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ആ പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരത്തിനകം ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടോട് കിട്ടിയതിന് ശേഷമേ പ്രതികരിക്കാൻ ബാക്കി. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്ത് ചെറിയ ഭൂചലനം അനുഭവപ്പെട്ടതായി ഇവിടുത്തെ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന്, കൂടാതെ ഞങ്ങൾ ന്യൂസിൽ കണ്ടിട്ടാണ് വരുന്നത്. ഇവിടെ സ്ഥലം സന്ദർശിച്ചു. പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. കളക്ടറേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജില്ലാ കളക്ടറൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്യൂസ് എന്നാണെങ്കിൽ ലാൻഡിൽ ക്രാക്കോ അങ്ങനെയുള്ള ഈ ലാൻഡ് സ്ലൈഡിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ഈ ഒരു അറിവാണ്. അത് ശബ്ദം കേട്ടിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവർ അനുഭവപ്പെട്ട ആളുകളോട് സംസാരിച്ചപ്പോൾ ചെറുതായിട്ട് ഒരു ഷേക്ക്, വീടൊന്നൊരു ഷേക്കായി ജനലൊക്കെ ഇളകി ജർക്കിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. വേറെ ഇഷ്യൂസ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. വേറെ അവരെ ലോക്കൽ പബ്ലിക്കിൻ്റെ ഗ്രൂപ്പിൽ ഇതേപോലെ ഒരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു. പലർക്കും അനുഭവപ്പെട്ടു എന്നുള്ള ഒരു അറിവാണ് ഉണ്ടായത്. ആ വിവരം നമ്മൾ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിൽ സഭയുടെ നിലപാട് തെറ്റായി പോയി എന്ന് തോന്നുന്നില്ല എന്ന് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. കർഷകർ കൃഷി ചെയ്തതുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന കാഴ്ചപ്പാട് പ്രശ്നത്തെ നിസാരവൽക്കരിക്കുന്നതാണ്. കേരളത്തിന്റെ സാമൂഹികാവസ്ഥ പരിഗണിക്കാതെയുള്ളതാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. വയനാട് ദുരന്തത്തെ സർക്കാർ ഇടപെടലിൽ സഭയ്ക്ക് സംതൃപ്തിയാണ് എന്നും സുരക്ഷിതമായി പുനരധിവാസം നൽകണമെന്നും ജോസഫ് പാംപ്ലാനി ആവശ്യപ്പെട്ടു. കസ്തൂരിരംഗൻ റിപ്പോർട്ടോ മാധവ് ഗാഡ്ഗിൽ വിഷയത്തിൽ എടുത്ത സമീപനം കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ വല്ലാതെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുക. കാരണം ആഗോളതാപനം വഴി ഇവിടെ അതിവർഷത്തിൻ്റെ സാധ്യതയുണ്ടായിരിക്കും. പശ്ചിമഘട്ടത്തിൽ അത് ഉരുൾപൊട്ടിയ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം, അതിൽ ബഹുഭൂരിപക്ഷവും നിബിഡ വനങ്ങളിൽ തന്നെയാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കർഷകർ ഏതാനും കൃഷികൾ നടത്തിയത് കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് പറയുന്നത് തെറ്റായ നിരീക്ഷണമാണ്. തന്നെയുമല്ല, ഈ കർഷകർ 70 വർഷമായിട്ട് അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതേസമയം ഇവിടെ മൈനിങ് മാഫിയകളും അതുപോലെ തന്നെ ഇവിടെ മറ്റ് റിസോർട്ട് മാഫിയകളും അവരുടെ പ്രവർത്തനങ്ങളൊന്നും തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം എന്ന് പറയുക. അതേസമയം കർഷകൻ എല്ലാ പ്രതിസന്ധിയുടെയും ഇരയാണ് എന്ന് അല്ലെങ്കിൽ ഉത്തരവാദിയായി ചിത്രീകരിക്കപ്പെടുന്നത് നീതിപൂർവമായൊരു സമീപനമായി ഞങ്ങൾ കരുതുന്നു. കൊച്ചിയിൽ കായലിൽ വീണ് കാണാതായ +2 വിദ്യാർത്ഥിനി ഫിദയുടെ മൃതശരീരം കണ്ടെത്തി. ഫിദ വീണ സ്ഥലത്തു നിന്നും ഏകദേശം 200 മീറ്റർ അകലെ നിന്നാണ് മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ഫിദയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ദുഃഖകരമായ വാർത്തയാണ്. ഫിദയെ കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയിൽ വ്യാപക തെരച്ചിലായിരുന്നു അവിടെ നടന്നു വന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ?
ശരിയായ ജീവനോടെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ അസ്തമിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തെരച്ചിൽ സംഘത്തിന് ആദ്യം ലഭിച്ചത് ഫിദയുടെ മുടിയാണ്. എന്തായാലും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ എന്തായാലും ഫിദയുടെ ശരീരം, അതായത് ഫിദ വീണ സ്ഥലത്തു നിന്നും രാവിലെ മാലിന്യം കായലിലേക്ക് ഒഴുക്കാൻ പോയതാണ്. അതിനുശേഷം കായലിലേക്ക് ഇറങ്ങുകയും ചടിയിൽ കാല് കൊണ്ടുപോവുകയും തുടർന്ന് അതിന് കാല് വലിച്ചൂരിയെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ മുന്നോട്ട് വീണു പോവുകയുമാണ് ഉണ്ടായത്. ശക്തമായ അടിയൊഴുക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് നഷ്ടപ്പെട്ടത്. കാരണം ഈ വീട്ടുകാർ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഫിദ കൈയും കാലും അടിച്ച് മുന്നോട്ട് വെള്ളത്തിൽ ഒഴുക്കിലൂടെ പോകുന്നത് കണ്ടിരുന്നു, അച്ഛൻ കണ്ടിരുന്നു എന്ന് രാവിലെ നമ്മളോട് സംസാരിച്ചതാണ്. ഇതിന്റെ തുടർന്നാണ് അതായത് കായലായതുകൊണ്ട് തിരിച്ചും രണ്ട് സൈഡിലേക്കും ഒഴുക്കുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ തെരച്ചിൽ സംഘത്തിനും റെസ്ക്യൂ ടീമിനും റാപ്പിഡ് ആക്ഷൻ ടീമിനും ഒക്കെ ഇതിന് വലിയ പ്രതിസന്ധി ആയിരുന്നു ഉണ്ടാക്കിയത്. കാരണം ബോഡി എങ്ങോട്ട് പോയി എന്ന് അനുമാനിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കായിരുന്നു തെരച്ചിൽ. കാരണം NDRF സംഘം എത്തുന്നു, ഈ റാപ്പിഡ് ഫോഴ്സ് എത്തുന്നു, ഇങ്ങനെ ഫയർഫോഴ്സ് എത്തുന്നു. ഇങ്ങനെ തന്നെയല്ല, ഇത് നാട്ടുകാരെ തന്നെ അവരുടെ തന്നെ ഇതായ രീതിയിൽ കായൽക്കരയിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ നീന്തലൊക്കെ വശമുള്ള ആളുകളാണ് ഏറെ. പക്ഷേ ഫിദയുടെ കുടുംബം 1 മാസം മുൻപാണ് നിലമ്പൂരിൽ നിന്നും ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ തെരച്ചിൽ ഏതാണ്ട് ഫലം കണ്ടു എന്ന് വേണം പറയാൻ. എന്തായാലും മുടിയാണ് ആദ്യം കിട്ടിയത്, പക്ഷെ കയ്യിൽ നിന്നും വഴുതി പോയി. തുടർന്ന് ബോഡി കണ്ടെത്തി എന്ന് തന്നെയാണ് റെസ്ക്യൂ ടീം നമ്മെ അറിയിക്കുന്നത്. അതിന് തുടർ നടപടികൾ ഉണ്ടായതിനു ശേഷം മാത്രമേ ബോഡി മുന്നോട്ട് കരയിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നടപടികൾ പൂർത്തിയായ ശേഷം ആയിരിക്കും ഒരു പക്ഷേ മൃതദേഹവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. അതിജീവന പാതയിൽ വയനാട്. വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ട 4 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തി 6 മേഖലകളായി നടത്തിയ ജനകീയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ദുരന്തബാധിത മേഖലകളിലെ ഇന്നത്തെ തെരച്ചിൽ 12 മണിയോടെ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് തെരച്ചിൽ നേരത്തെ അവസാനിപ്പിച്ചത്. കേന്ദ്ര ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുകയാണ്. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ 131 പേർക്ക് വേണ്ടിയുള്ള ജനകീയ തെരച്ചിലാണ് ഇന്ന് രാവിലെ 6 മണി മുതൽ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നത്. NDRFനും അതോടൊപ്പം അഗ്നിശമന സേനയ്ക്കും അതോടൊപ്പം പോലീസിനും ഒപ്പം ചേർന്നാണ് നാട്ടുകാരും, അതായത് ഈ ദുരന്തം നേരിട്ട് സകലതും തകർത്തെറിഞ്ഞ പ്രദേശവാസികളായ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലകളിൽ തെരച്ചിൽ വ്യാപകമായി തന്നെ നടത്തിയത്. അതായത് ഈ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവർ തെരച്ചിലിൽ പങ്കെടുത്താൽ അത് ഉദ്യോഗസ്ഥർക്ക് ഈ സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഏറെ സഹായകരമാകും എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി പൊതുജനങ്ങളെ കൂടി പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തുക എന്നൊരു നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതും സ്വാഭാവികമായി 8 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ മുഴുവൻ ചെറിയ സംഘങ്ങളായി തിരിഞ്ഞ് NDRF ഉദ്യോഗസ്ഥരുടെയും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും ഒപ്പം സഹായികളായി, അല്ലെങ്കിൽ അവർക്ക് അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുന്ന തരത്തിലാണ് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും പ്രദേശവാസികളും ഈ തെരച്ചിലിന്റെ ഭാഗമായിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ 5 മണിക്കൂർ മാത്രമായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. ഈ തെരച്ചിൽ, അതായത് ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്തിയാൽ അത് കൂടുതൽ സ്ഥലങ്ങളെക്കുറിച്ചും വീടുകളുണ്ടായിരുന്ന പ്രദേശങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒരു ബോധ്യം വരുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച രാവിലെ മുതൽ സമാനമായ തരത്തിൽ വ്യാപകമായ തെരച്ചിൽ
ദുരന്തബാധിത മേഖലകളിൽ മുഴുവൻ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതിയും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുണ്ടായിരിക്കുന്ന ഈ ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച കണക്കെടുപ്പും റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രദേശവാസികളെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തിരച്ചിൽ നടത്തുന്നതിലൂടെ കാണാതായിരിക്കുന്ന ആളുകളുടെ എണ്ണം സംബന്ധിച്ചടക്കം വ്യക്തമായ സൂചനകൾ ലഭിക്കുമെന്ന് തന്നെയാണ് സർക്കാരിന്റെയും പ്രതീക്ഷ. ദുരന്തമുണ്ടായി 11 ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും 131 പേർ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. പുഞ്ചിരിമട്ടം അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് കാണാതായവരിൽ ഏറെയും എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായ തെരച്ചിൽ പുരോഗമിക്കുന്നതും. ക്യാമറമാൻ പ്രജിത് കാങ്കോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. IDBI ബാങ്ക് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ IDBI ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. ഡൽഹിയിൽ ജന്തർ മന്ദറിലായിരുന്നു പ്രതിഷേധം. സ്വകാര്യവൽക്കരണം ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന വരുമാനം മറ്റുള്ളവരുടെ കൈകളിലേക്ക് എത്തുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് സഹായവുമായി മണ്ണാർക്കാട് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയും 5 ലക്ഷം രൂപയുടെ DD മണ്ണാർക്കാട് അർബൻ ഗ്രാമീൺ സൊസൈറ്റി MD അജിത് പാലാട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മുഖേനയാണ് തുക നൽകിയത്. 22,000 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ്. ശാരീരിക ബുദ്ധിമുട്ടുള്ള നിയമ വിദ്യാർത്ഥിക്ക് വീൽചെയറും നൽകി. 1000-ലധികം കർഷകർക്ക് വളം, പാൽ കണ്ടെയ്നറുകളും നൽകി. ഇതോടൊപ്പം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി പദ്ധതി പ്രഖ്യാപനവും നടന്നു. ഓണത്തിന് ഡിസൈനർ പ്രദീപ് പിള്ളയുടെ ഹാൻഡ്ലൂം സാരികളുമായി കൊച്ചി കനകവല്ലി ഷോറൂം. കൊച്ചിയിലെ കനകവല്ലി ഷോറൂമിൽ പ്രദീപ് പിള്ള പുതിയ കളക്ഷൻസ് അവതരിപ്പിച്ചു. നളന്ദ ടസ്റ്റർ സിൽക്സ്, വെങ്കടഗിരി കോട്ടൺ സാരി, ചന്തേരി സിൽക്ക് കോട്ടൺ, ലിനൻ എന്നിവയും പ്രദീപ് പിള്ളയുടെ കളക്ഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.